ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യാതൊരുവിധ പരിശോധനയും കൂടാതെ ബീജപരിശോധനയോ സെമൻ അനാലിസിസ് ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷിയുണ്ടോ, നിങ്ങളുടെ ശുക്ലത്തിൽ ആവശ്യത്തിന് ബീജങ്ങൾ ഉണ്ടോ എന്ന് നമുക്കൊരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്രത്തോളം ശുക്ലം നിങ്ങൾ സ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരാശരി ആരോഗ്യമുള്ള ഒരു പുരുഷന് 3 മുതൽ 5 ml വരെ ശുക്ലം ഒരേ സമയത്ത് സ്രവിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ഈ ശുക്ലത്തിന്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ തിക്കായിട്ടതും ജെല്ലി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് സാധാരണയായിട്ടുള്ള ശുക്ലത്തിനുള്ളത്. ശുക്ലത്തിൽ ബീജങ്ങളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഈ ശുക്ലത്തിന്റെ കൺസിസ്റ്റൻസിയിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. വളരെ നേർത്തതും അതുപോലെ ക്ലിയറുമായിട്ടുള്ള ശുക്ലമാണ് നിങ്ങൾ സ്രവിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീജങ്ങളുടെ എണ്ണത്തിൽ വളരെയധികം കുറവുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ ശുക്ലം കുറച്ചു നേരം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 15 മുതൽ 30 മിനിറ്റ് കഴിഞ്ഞാൽ ബീജങ്ങൾ താഴേക്ക് അടിയുകയും അത് ക്ലിയർ ആവുകയും ചെയ്യും. ഇങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് കട്ട പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ശുക്ലത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, ബീജങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ മനസ്സിലാക്കാം. മൂന്നാമതായിട്ട് നിങ്ങൾ ഫെർട്ടൈൽ ആണോ അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ഇറക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിലാണ്. അതായത് എത്രത്തോളം ഉദ്ധാരണം ഉണ്ടാവുന്നത്, അതായത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രത്യുൽപാദന ശേഷി ഉണ്ടെന്ന് മനസ്സിലാക്കാം.